നടത്തിയിരുന്ന 5 ഗ്യാരണ്ടി 25 ലക്ഷം ഓരോ കുടുംബത്തിനും സുരക്ഷ, ആരോഗ്യ സുരക്ഷ, പെൻഷൻ 3000 ആക്കി ഉയർത്തും. അതുപോലെ തന്നെ KSRTC ബസ്സിൽ സൗജന്യമായിട്ടുള്ള യാത്ര. ഇതിനെങ്ങനെയാണ് LDF കാണുന്നത്? ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ച് കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീൻ്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാകുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അല്ല, അതെല്ലാം നമുക്ക് നാളെ എടുത്താൽ പോരെ എന്നുള്ളതാണ് എന്റെ സംശയം. അത് നമുക്ക് ഇന്ന് ഇതിലേക്ക് ഒക്കെ നിൽക്കാൻ തോന്നും. നാളെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. വയനാട് ടൗൺഷിപ്പിൽ 178 വീടുകൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും പ്രതിപക്ഷം പറയുന്നത് അതൊരു ഇലക്ഷൻ ഗിമ്മിക്ക് മാത്രമാണ്, ഒരാൾക്ക് പോലും താമസിക്കാൻ അതൊക്കെ എല്ലാവർക്കും പോയി നോക്കാവുന്ന കാര്യമല്ലേ. ഈ 178 വീടിന്റെ അവസ്ഥ എന്താണെന്ന്. അവിടെ ഞങ്ങൾ ചെയ്ത കാര്യം ആ ദുരന്തബാധിതരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യവും നീക്കിയത്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സഹോദരരായി കഴിയുന്ന നില ശക്തിപ്പെടുത്തുക, അതിനുതകുന്ന നടപടികളും നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കപ്പെടുകയാണ്. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇത്തവണത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 97% നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി നടപ്പാക്കലോ പൂർണ്ണതയിലേക്ക് എത്തുകയോ ചെയ്യുന്ന തരത്തിൽ 97% ആയി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഇതാണ് പറയാനുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃത്യമായ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 600-580 എന്നാണ് പറഞ്ഞത്. ഇത്തവണ ശതമാനത്തിൽ പറയുമ്പോൾ അതിന്റെ ഒരു കണക്ക് അത് കൃത്യമായ എണ്ണം തന്നെയുണ്ട്. അതിന് വിഷമം ഉണ്ടാവില്ല. ആ റിപ്പോർട്ടിന്റെ ഭാഗമായി വരുമ്പോൾ കൃത്യമായ എണ്ണം തന്നെ വരും. എല്ലാ വർഷവും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് കൂടുതൽ ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ ഇടയാക്കിയോ? CMന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പുതുമയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു. ജനങ്ങളുടെ അവകാശമാണ് എത്രത്തോളം വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെട്ടു എന്ന് അറിയൽ. അത് കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്ന നിലയാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിലൂടെ ഏതെല്ലാം പദ്ധതികൾ എത്ര കണ്ട് നടപ്പായി എന്ന് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനവർ നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 2021 LDFന്റെ വിജയത്തിന്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രം തിരുത്തി LDFന് തുടർഭരണം സമ്മാനിക്കുന്നതിന് ഇതെല്ലാം ഒരു ഘടകമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിച്ച് നൽകുന്ന റിപ്പോർട്ടുകൾ അതാണോ ശരി എന്നത് അവർക്ക് ശരിക്കും വിലയിരുത്താനൊരു അവസരമായി ഈ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ട് അതുകൂടി ചേർത്തുകൊണ്ടാണ് അവസാനം ചരിത്രം തിരുത്തി പുതിയ ചരിത്രം രചിക്കാൻ ജനങ്ങൾ തയ്യാറായത് എന്നുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. വലിയ വികസന പദ്ധതികളുടെ കൂട്ടത്തിൽ കേരളയിൽ നടപ്പാക്കാൻ പറ്റാതെ പോയൊരു വിഷമമുണ്ടോ? അതായത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ നാട്ടിന് യാത്രക്ക് നല്ല വേഗത വേണമല്ലോ. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ വലിയ പ്രയാസം നമുക്ക് യാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, വേഗതയില്ലാത്തതുകൊണ്ട്. അത് ഒഴിവാക്കുന്നതിനാണ് വേഗതയുള്ള ട്രെയിൻ സർവീസ് വേണം എന്ന് സർക്കാർ ആലോചിച്ചത്. പക്ഷേ ട്രെയിൻ സർവീസ് ആകുമ്പോൾ അതിന് കേന്ദ്ര റെയിൽവേയുടെ അനുമതി വേണം, കേന്ദ്ര ഗവൺമെൻറ് അനുമതി വേണം.
അപ്പോൾ ഇത്തരമൊരു കാര്യത്തിന് അനുമതി ലഭ്യമാകാതിരിക്കുമെന്ന് ഞങ്ങൾ ഒരു തരത്തിലും കാണുന്നില്ല. വേഗം തന്നെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. കേന്ദ്ര ഗവൺമെന്റിനെ ഞങ്ങൾ സമീപിച്ചു. പക്ഷേ ഇവിടെ അത് ചിലർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് എടുത്തത്. നാടിൻ്റെ ആവശ്യം അത് മാറ്റിവെച്ചുകൊണ്ട് ഇപ്പം നടപ്പാക്കണ്ട എന്ന നിലപാടാണ്. അതായത് LDF ഗവൺമെൻറ് കീഴിൽ അത്തരമൊരു പദ്ധതി നടപ്പാക്കരുത് എന്താണ്. അത് കോൺഗ്രസും UDFും ആ നിലപാടെടുത്തു, BJPയും ആ നിലപാടെടുത്തു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്കെതിരായി ഇവരെല്ലാം നിൽക്കുന്ന കാഴ്ചയാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വന്നപ്പോൾ രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെൻറ് അതിനെടുത്തു. സാധാരണ ഭരണ നടപടി അനുസരിച്ച് ഇതിന് അനുമതി നൽകാതിരിക്കുക എന്ന പ്രശ്നമേ വരുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഭാഗമായ ആൾക്കാരും ഇവിടുത്തെ UDFും BJPയും UDFും എതിർക്കുന്നൊരു പദ്ധതിക്ക് തൽക്കാലം അംഗീകാരം നൽകേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തത്. അത് ഞങ്ങൾ തുറന്ന് ശ്രമിച്ചു. പക്ഷേ അനുമതി കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ പിന്നെ ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല. എന്നാൽ ഇത് തന്നെ മറ്റൊരു രൂപത്തിൽ നടപ്പാക്കാൻ കഴിയും. അതാണ് RRT സമ്പ്രദായം. ഡൽഹി മേയറേറ്റ് RRT ഇപ്പോൾ പ്രാവർത്തികമായിട്ടുണ്ട്. അതിന് ആ വകുപ്പിനെ സമീപിച്ചപ്പോൾ അവർക്കത് പൂർണ്ണ സമ്മതമാണ്. അത് റെയിൽവേയുടെ സമ്മതം ആവശ്യമില്ല. ആ ഒരു പദ്ധതി ആലോചനയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രാരംഭ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് കേരളയിലില്ലെങ്കിലും ഈ തരത്തിലെങ്കിലും ആ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ UDF നടത്തിയിട്ടുണ്ട്. 5 ഗ്യാരണ്ടി, 25 ലക്ഷം ഓരോ കുടുംബത്തിനും സുരക്ഷ, ആരോഗ്യ സുരക്ഷ, പെൻഷൻ 3000 ആക്കി ഉയർത്തും, അതുപോലെ തന്നെ KSRTC ബസ്സിൽ സൗജന്യമായിട്ടുള്ള യാത്ര. ഇതിനെങ്ങനെയാണ് LDF കാണുന്നത്? ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ചു കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീൻ്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാകുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിന്റെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. 5.5 കോടി രൂപയാണ്. അത് വിശ്വസനീയമായ ഒരു കണക്കായി തോന്നുന്നുണ്ടോ? അല്ല, അതെല്ലാം നമുക്ക് നാളെ എടുത്താൽ പോരെ എന്നുള്ളതാണ് എൻ്റെ സംശയം. അത് നമുക്ക് ഇന്നിതിലേക്ക് ഒക്കെ നിൽക്കാൻ തോന്നും. നാളെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അതായത് പ്രവാസികളുടെ ഒരു ആഗ്രഹമാണത്. പ്രവാസികൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു കേന്ദ്രത്തിൽ പരാതിപ്പെടാൻ കഴിയും. പല നാട്ടിലാകെ ഉണ്ടാവുമല്ലോ അവരുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഒരു കേന്ദ്രത്തിൽ പരാതിപ്പെടാനൊരു സ്റ്റേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നവർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് പല അഭിപ്രായങ്ങൾ ഇങ്ങനെ വരും. ലോക കേരള സഭയുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, അവരാവശ്യങ്ങൾ ഉന്നയിക്കും, നമ്മൾ പറ്റാവുന്നതെല്ലാം അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചൊരു കാര്യമാണ്. അല്ല, തീരുമാനമായല്ലോ. അതിലിപ്പം തീരുമാനമായതേ ഉള്ളൂ. ഈ കഴിഞ്ഞ മാസം തീരുമാനമായതാണ്. ഈ വയനാട് ടൗൺഷിപ്പിൽ 178 വീടുകൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും പ്രതിപക്ഷം പറയുന്നത് അതൊരു ഇലക്ഷൻ ഗിമ്മിക്ക് മാത്രമാണ്, ഒരാൾക്ക് പോലും അവിടെ താമസിക്കാൻ ഇതുവരെ അതൊക്കെ എല്ലാവർക്കും പോയി നോക്കാവുന്ന കാര്യമല്ലേ. ഈ 178 വീടിന്റെ അവസ്ഥ എന്താണെന്ന്. അവിടെ ഞങ്ങൾ ചെയ്ത കാര്യം ആ ദുരന്തബാധിതരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യവും നീക്കിയത്. അവരുമായി ചർച്ച ചെയ്തിട്ടാണ് അവരുടെ അഭിപ്രായമായിരുന്നു
ഞങ്ങളെല്ലാവരും ഒരു നാട്ടിൽ ഒരു കുടുംബം പോലെ ജീവിച്ചവരാണ്. നിങ്ങൾ പുനരധിവാസത്തിൻ്റെ സഹായം നൽകിയാൽ ഞങ്ങൾ അതും വാങ്ങി ഓരോ കൊമ്പത്താവും. അപ്പം ഞങ്ങൾക്കെല്ലാം ഒരിടത്ത് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഇത് അവരുടെ അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായം കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടൗൺഷിപ്പ് നിർമ്മിക്കാമെന്ന് ആലോചിച്ചു. ആ ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കങ്ങ് തീരുമാനിക്കല്ല ചെയ്ത്, ഗവൺമെൻറ് നിലക്ക് മാത്രം തീരുമാനിക്കല്ല ചെയ്യുന്നത്. പ്രതിപക്ഷത്തിന് റോളുണ്ടല്ലോ. എല്ലാവരും ആ ഘട്ടത്തിൽ ഒന്നിച്ചല്ലേ ഒരു വികാരത്തിലേ നിൽക്കുന്നത്. അവരെ ഞങ്ങൾ വിളിച്ചു, പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു, സംസാരിച്ചു. എങ്ങനെയാണ് സ്ഥലമെടുക്കേണ്ടത്, ആ സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, വീടിന് പൈസ ഈ ഓഫർ ചെയ്തവർ പൈസ തരേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. പൊതുവായ തീരുമാനം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്ന നില വന്ന് ടൗൺഷിപ്പ് എന്നുള്ള ആശയം വന്നത്. ഞാൻ ഈ ചോദ്യത്തിന് മാത്രം പറയാം, ബാക്കി മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീട് നിർമ്മാണം പൂർത്തിയായി. വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചു. അപ്പോൾ അവർ അവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. വീട് പൂർണ്ണമായി, താമസിക്കുന്നതിന് വിഷമമില്ല, പക്ഷേ മാലിന്യനിർമ്മാർജ്ജനം അതുപോലുള്ള കാര്യങ്ങൾ കൂടി ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൂടി ഒരുങ്ങിയതിന് ശേഷമാകാം, ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ അവകാശ രേഖ പട്ടയം തന്നാൽ മതി. ഇത് അവരുമായി ചർച്ച ചെയ്ത കാര്യമാണ്, അവരുടെ അഭിപ്രായമാണ്. അപ്പോൾ വിഷുവിന് മുൻപ് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷു ഇപ്പോൾ അടുത്തല്ലോ, ഏതായാലും അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് അത്തരമൊരു നിലപാടെടുത്തത്. ഇതൊന്നും അവരെ യേശുന്ന കാര്യമല്ല കേട്ടോ, അവരെ ആർക്കും തിരിത്തിരിപ്പിക്കാൻ കഴിയില്ല, അവരുടെ ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. അവർ സർക്കാരിൻ്റെ നിലപാട് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത്ര മതിയല്ലേ, നാളെ എടുക്കാം മറ്റു കാര്യങ്ങൾ. ശരി. ഇപ്പം നടത്താം. സി എൻ ചന്ദ്രൻ ഒന്ന് ഇങ്ങോട്ട് വന്നാലേ, ഇത് സി എൻ ചന്ദ്രൻ ഇത് കസേരന്ന് അല്ല, അത് എനിക്കുള്ള പരാതിയാ. അല്ല, ഇതൊരാൾക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. ശരി, ഇവർക്കെല്ലാം കൊടുക്കൂലേ? പിന്നെ ഇവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെ കോപ്പികൾ തരുന്നുണ്ട്.